ന്യൂസ് ഓൺ മോർണിംഗിൽ ഇനി അതിഥികൾക്കുള്ള സമയമാണ്. മഞ്ഞ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ബിജോയ് ഉറുമീസ് ഞങ്ങളുടെ കൊച്ചി സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നു. ബിജോയ്, ന്യൂസ് ഓൺ മോർണിംഗിലേക്ക് സ്വാഗതം. ബിജോയ്, മഞ്ഞ ഇന്ന് റിലീസാവുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? മാറ്റമുള്ള ഒരു ശ്രമം നടത്തിയിരിക്കുകയാണ്. അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രതീക്ഷകളുണ്ട്. എന്താണ് മാറ്റം? നമ്മൾ പ്രധാനമായിട്ടും ഈ സിനിമ കൈകാര്യം ചെയ്യുന്നൊരു വിഷയം സിനിമ തന്നെയാണ്. സിനിമയിൽ കുറച്ച് കാലമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ജാക്സൺ കമ്പക്കര എന്ന് പറയുന്ന പ്രധാന കഥാപാത്രം, ഒരു കുഗ്രാമവാസിയായ ആ കഥാപാത്രത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലൂടെയാണ്. അപ്പോൾ അയാൾ ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അയാളുടെ ജീവിത സാഹചര്യങ്ങളിൽ അയാൾ കോഴിക്കടയും പശുവും കറവയും കൃഷിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അയാളെ കുറച്ചൊക്കെ ഒരു പരിഹാസത്തോടുകൂടിയാണ് നാട്ടുകാരൊക്കെ നോക്കിക്കാണുന്നത്. ആ ജീവിതത്തിൽ അയാൾ തൃപ്തനല്ല. തൻ്റെ ആ ഒരു ജീവിതത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടാവേണ്ടത് ഒരു ആവശ്യമാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അതിനു വേണ്ടിയിട്ട് അയാൾ ഇറങ്ങിത്തിരിക്കുന്നു. ആ ഇറങ്ങിത്തിരിക്കലുകൾ ഉണ്ടാക്കുന്ന ചില രസകരമായ സംഭവങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ അഭയരാജ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ കഥ കൂടി നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഷമി തിലകനാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണത്. അപ്പോൾ ആ സംവിധായകൻ്റെ 1980കളിലെ സൂപ്പർ ഹിറ്റായിട്ടുള്ള സിനിമകളുടെ ഒരു വക്താവാണ് അയാൾ, സംവിധായകനാണ് അയാൾ. ഇന്ന് അയാളുടെ പ്രതാപകാലം കഴിഞ്ഞു. ഇന്ന് അദ്ദേഹം ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്ന ഒരു കാര്യം കൂടി നമ്മൾ ഈ സിനിമയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും കണ്ടുമുട്ടലിലൂടെ സംഭവിക്കുന്ന കാര്യം, ചില കഥാഗതി അങ്ങനെ പിന്നീട് വളരുമ്പോൾ നമ്മൾ ഈ രംഗത്തുണ്ടാകുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് കൂടി നമുക്ക് പറയേണ്ടി വരുന്നു. അതാണ് നമ്മൾ മാറ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നർമ്മം വേണ്ടത്ര ഉണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇതിലെ പ്രധാന കഥാപാത്രം ജാക്സൺ കമ്പക്കര എന്ന് പറയുന്ന കഥാപാത്രം നിയാസ് ബക്കർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഹ്യൂമർ സാധ്യതയുള്ള ഒരു ക്യാരക്ടറാണ്. തീർച്ചയായിട്ടും ഒരു ഹ്യൂമറിലൂടെ തന്നെയാണ് ഈ സീരിയസ് ആയിട്ടുള്ള കാര്യം, മാറ്റർ സീരിയസ് ആണ്, പക്ഷെ അത് ഹ്യൂമർ പശ്ചാത്തലത്തിലൂടെയാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മൾ പറയുന്നു ഒരു റിയലിസ്റ്റിക് സിനിമ ഹ്യൂമറിൻ്റെ അകമ്പടിയോട് നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതൊരു പരീക്ഷണമാണ്. അതുപോലെ നിയാസ് ബക്കർ, ഷമി തിലകൻ, അശോകൻ ഇവരൊക്കെയാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത്? ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ സബ്ജക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പെർഫെക്ഷനിലേക്ക് തന്നെ വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ഒരു കഥ ഒരുക്കുന്ന രീതിയോ അല്ലെങ്കിൽ തിരക്കഥ ഉണ്ടാക്കുന്ന രീതിയല്ല ഇതിന് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം കഥയുണ്ടാക്കി ഈ ഒരു കഥാപാത്രം ഞാൻ എൻ്റെ എക്സ്പീരിയൻസുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള, എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എല്ലാം ഇതിൻ്റെ ഈ തിരക്കഥയ്ക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ ആ കഥാപാത്രത്തിന് വേണ്ട ചില സവിശേഷതകൾ, ചില രൂപഭാവങ്ങൾ ഉള്ള ഒരാളായിരിക്കണം അതിൻ്റെ ഈ ജാക്സൺ കമ്പക്കര എന്ന് പറയുന്ന ക്യാരക്ടറിനെ അവതരിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിച്ചപ്പോൾ അതിന് പറ്റിയ ഒരാളെ തേടിയുള്ള അന്വേഷണം അവസാനിക്കുന്നത് നിയാസ് ബക്കറിലാണ്. ആ കഥാപാത്രം ഹ്യൂമർ ചെയ്യുന്ന ആളായിരിക്കണം, മലയാളിക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടറായിരിക്കണം, നല്ലൊരു ആർട്ടിസ്റ്റായിരിക്കണം. ഇതൊക്കെയാണ് ആ കഥാപാത്രം, ആ നായക കഥാപാത്രം അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രത്തിന് വേണ്ടിയിരുന്ന മാനദണ്ഡങ്ങൾ. പിന്നെ രണ്ടാമത്തത് ഷമി ചേട്ടൻ്റെ ക്യാരക്ടറാണെങ്കിൽ ആ അഭയരാജ് എന്ന് പറയുന്ന പ്രൗഢിയുള്ള ഒരു ഡയറക്ടറുടെ ഒരു ക്യാരക്ടർ, അത് വളരെ മനോഹരമായിട്ടാണ് ഷമി ചേട്ടൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഷമി ചേട്ടൻ്റെ കരിയറിൽ ഒരു നല്ലൊരു ചേഞ്ചല്ല, സ്ഥിരം പോലീസ് വേഷങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു നല്ല ചേഞ്ചുള്ള ഒരു നല്ലൊരു ക്യാരക്ടർ അവതരിപ്പിക്കാൻ ഇതിലൂടെ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സും, ഇതിൽ കടന്നു വരുന്ന ഓരോ ക്യാരക്ടേഴ്സും ഇതുപോലെ തന്നെ ഉള്ള ഒരു ആ ക്യാരക്ടർ എങ്ങനെയുള്ള ഒരാളായിരിക്കും അതിന് കറക്റ്റായിട്ടുള്ള ഒരു സെലക്ഷനാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാ രമേഷ് പിഷാരടി ആണെങ്കിലും കൊച്ചുപ്രേമനാണെങ്കിലും എല്ലാവരും അങ്ങനെയാണ് സെലക്ട് ആയിക്കൊണ്ടുള്ളത് സിനിമയിൽ വന്നിരിക്കുന്നത്. സിനിമ തന്നെയാണ് പ്രമേയം. അതുകൊണ്ട് തന്നെ ബിജോയുടെ പഴയകാല സിനിമ അനുഭവങ്ങൾ അതുകൂടി ഒന്ന് വിവരിക്കാമോ? എൻ്റെ പഴയകാല സിനിമ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഒരു വിഷ്വൽ എഫക്ട്സ് ഡിസൈനറാണ്, ഗ്രാഫിക്സ് ആർട്ടിസ്റ്റാണ്. ഞാനിപ്പോൾ കഴിഞ്ഞൊരു
8-10 വർഷമായിട്ട് സിനിമാ രംഗത്ത് പല സിനിമകളുടെയും ഭാഗമായിട്ട് ഗ്രാഫിക്സ് ടെക്നിക്കൽ സൈഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബേസിക് ക്യാരക്ടർ വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആളാണ്. പക്ഷേ അയാളുടെ ജീവിതം ഒരു ട്രാജഡി ആയിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസകരമായിട്ട് നമുക്കത് ആൾക്കാരോട് പറയാൻ പറ്റില്ല, അതങ്ങനെ കിടന്നു. പക്ഷേ എൻ്റെ ഈ സിനിമാ കാലത്ത്, അതായത് ഞാൻ ഈ ഗ്രാഫിക് ഡിസൈനറായി വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യക്തികളും ഒരുപാട് സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റവും നമ്മുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ക്യാരക്ടറിനെ ഈ ട്രാജഡിയിലൂടെ അല്ലാതെ ഒരു ഹ്യൂമറിലൂടെ അവതരിപ്പിക്കാൻ പറ്റും എന്ന് ഈ കാലത്തുണ്ടായിട്ടുള്ള സമകാലീന സിനിമയിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ആണ് തോന്നിപ്പിച്ചത്. ഒരു ഹ്യൂമറായിട്ട് ഈ കഥ അവതരിപ്പിക്കാൻ പറ്റുമെന്ന്, ഹ്യൂമറായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനൊരു സാധ്യതയുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് അത് ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ഈ സിനിമ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ മുന്നോട്ട് വന്നത്. അപ്പോൾ ആ കഥ തീർച്ചയായിട്ടും എൻ്റെ ഇത്രയും കാലത്തെ ഈ എക്സ്പീരിയൻസിൽ കണ്ടുമുട്ടിയ ചില കഥാപാത്രങ്ങളും ചില സന്ദർഭങ്ങളും ഇതിൻ്റെ ഒരു 80% അനുഭവങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് ഇതിൻ്റെ സീനുകൾ ക്രിയേറ്റ് ആയിട്ടിരിക്കുന്നത്. ഒരു 80% ബാക്കി ഇതെല്ലാം കൂടി ചേർത്ത് ജാക്സൺ കമ്പക്കര എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെയും അതിൻ്റെ കഥാഗതിയെയും ഇണക്കിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു റിയൽ സിറ്റുവേഷനിൽ നിന്നാണ് കഥ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. ഇതിലെ നടന്മാർ കഥാപാത്രത്തോട് എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ് സംവിധായകൻ എന്ന രീതിയിൽ വിലയിരുത്തുന്നത്? മാക്സിമം എന്നേ പറയാനുള്ളൂ. കാരണം അത്രത്തോളം അവർ എല്ലാം സഹകരിച്ചു. എനിക്ക് തോന്നുന്നു ജാക്സൺ കമ്പക്കരയാകാൻ നിയാസ് ബക്കറിനേക്കാളും നല്ലൊരു സെലക്ഷൻ എൻ്റെ മുമ്പിൽ ഇതുവരെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അത്രയും മനോഹരമായിട്ട് നിയാസ് ബക്കർ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷമ്മിച്ചേട്ടൻ്റെ ക്യാരക്ടറും എക്സലൻറ്റ്, വളരെ മനോഹരമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഇവർ രണ്ടുപേരുമാണ് ഇതിലെ ലീഡ് ആയിട്ടുള്ള റോളുകൾ ചെയ്യുന്നത്. ബാക്കി ആരും മോശമാണെന്നല്ല, എല്ലാവരും. പിന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് നമ്മൾ ആരെയൊക്കെയാണോ കാസ്റ്റ് ചെയ്തത്, ഈ ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടി ആരെയൊക്കെയാണോ കാസ്റ്റ് ചെയ്തത്, അവരെല്ലാം തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി ലഭിച്ചു എന്നുള്ളത്. പ്രത്യേകിച്ചും ഒരു നവാഗതനാകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു ആർട്ടിസ്റ്റിന് ചിലപ്പോൾ കിട്ടണമെന്നില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഞാൻ ആരെയൊക്കെ ഉദ്ദേശിച്ചോ ആ എല്ലാ ആർട്ടിസ്റ്റുകളെയും എനിക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടേഴ്സ് എല്ലാം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടക്കത്തിൽ ബിജോയ് പറഞ്ഞൊരു മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്കും അങ്ങനെ തോന്നി. വളരെ വ്യത്യസ്തമായിരുന്ന ഒരു ട്രെയിലറാണ്. ന്യൂ ജനറേഷനിലെ നാടൻ പ്രയോഗം എന്നാണ് പറയുന്നത്. അപ്പോൾ ന്യൂ ജനറേഷൻ സിനിമകളൊക്കെ നഗര കേന്ദ്രീകൃതമാണ് എന്നൊരു തോന്നലുണ്ടോ ബിജു? അതിൽ നിന്നുള്ളൊരു അത് മറികടക്കാനുള്ള ശ്രമമാണോ? അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട് എനിക്ക്. ഒരു മെട്രോ ലൈഫിൻ്റെ കഥകളാണ് കൂടുതലും ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്ന ലേബലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ആ മെട്രോ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ്, അവർ സംസാരിക്കുന്നതും ചിരിക്കുന്നതും അത് നമുക്ക് തന്നെ ഞാനും ഒരു സാധാ പ്രേക്ഷകനാണല്ലോ. അപ്പോൾ ആ രീതിയിൽ കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ കുറച്ചൊക്കെ അതിൽ നിന്നൊരു മാറ്റം വേണ്ടതുണ്ടെന്നുള്ളൊരു തോന്നൽ. പക്ഷേ എന്തോ ഈ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾ പലതും, ഇപ്പോൾ ദൃശ്യമാണെങ്കിലും പുണ്യാള ഗർഭത്തീസ് ആണെങ്കിലും ഉള്ള സിനിമകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സിനിമകൾ തന്നെയാണ്. കാരണം ആ ഒരു ടിൻറ്റുകളിൽ നിന്നും ഈ ന്യൂ ജനറേഷൻ പക്ക മോഡേൺ കൺസെപ്റ്റുകളിൽ നിന്നൊക്കെ മാറി നമ്മുടെ മലയാളത്തിൻ്റെ മലയാളിത്വമുള്ള കേരളത്തിൻ്റെ മണമുള്ള സിനിമകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറ്റം അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. ന്യൂ ജനറേഷനിൽ നാടൻ പ്രയോഗം എന്ന് പറയാൻ കാരണം നമ്മുടെ സിനിമയ്ക്ക് ഒരു പുതിയ രീതിയുണ്ട്, പറയുന്ന കാര്യങ്ങൾക്കൊരു പുതിയ രീതിയുണ്ട്. അത് കുറച്ചൊക്കെ തന്നെ കുറച്ച് മോഡേൺ സ്റ്റൈലാണ്. പക്ഷേ പറയുന്നത് മലയാളികളെക്കുറിച്ചും മലയാളികളായ ചെറുപ്പക്കാരെക്കുറിച്ചും അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും അവരുടെ ചിന്താഗതികളിലുള്ള മാറ്റങ്ങളെക്കുറിച്ചും നമ്മുടെ ഇവിടുത്തെ സമകാലീന സിനിമയെ പറ്റിയുമാണ്. അപ്പോൾ അത് അങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മൾ ന്യൂ ജനറേഷനിൽ ഒരു നാടൻ പ്രയോഗം എന്ന് ഒരു ക്യാപ്ഷൻ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ബിജോയുടെ ആദ്യ സിനിമ സംരംഭമാണ്. ഒരു തുടക്കക്കാരനെന്ന രീതിയിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിട്ടത്? ഇതിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ തന്നെ ഇതിലെ നായക കഥാപാത്രം ജാക്സൺ കമ്പക്കര കഥാപാത്രത്തിനെ നിയാസ് ബക്കറിനെ പ്രധാന കഥാപാത്രമാക്കി തുടങ്ങുന്നു എന്ന് പറയുന്നത് തന്നെയായിരുന്നു ആദ്യത്തെ വെല്ലുവിളി. കാരണം ഇവിടുത്തെ ഇൻഡസ്ട്രി എപ്പോഴും
ബിസിനസ്സിന് ആണ് ഏറ്റവും മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് ഉറപ്പില്ലാത്ത ഒരു പ്രോജക്റ്റിനെ ഒരു രീതിയിലും ഇൻഡസ്ട്രി ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ നിന്ന പ്രൊഡ്യൂസർ റാമോഹൻ എസ് മേനോൻ, ഉമേഷ് പ്ലക്കാട്ട്, രണ്ടുപേരാണ് ചേർന്ന് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു സബ്ജക്റ്റ് അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ക്വാളിറ്റിയിൽ ആദ്യം ശ്രദ്ധിക്കുക. ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചാൽ അതിന് ബിസിനസ്സും ഉണ്ടാവും. ബിസിനസ് ഉറപ്പിച്ചിട്ട് ചെയ്യുന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഈ സബ്ജക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മറ്റൊരു സബ്ജക്റ്റ് ഒരു ആർട്ടിസ്റ്റ് ഇന്ന ആർട്ടിസ്റ്റിന് മുമ്പിൽ കണ്ട് ഒരു കഥയൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ മൂവ് ചെയ്യാം. പക്ഷേ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ സബ്ജക്റ്റ് മലയാളത്തിൽ പറയേണ്ട സബ്ജക്റ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിന് അനുസരിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കണം. അപ്പോൾ അതൊരു വെല്ലുവിളിയായിരുന്നു. അതുകൂടാതെ പിന്നെ അതിൻ്റെ ഒരു പ്രോഗ്രഷൻ വന്നതോട് കൂടി തന്നെ സ്വാഭാവികമായിട്ടും ഒരു വലിയ ഹീറോ ഇല്ലാത്തൊരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് ഒരു വലിയ സിനിമയ്ക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു ശ്രദ്ധ നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ തിയേറ്റേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അത് സംഭവിച്ചിട്ടുണ്ട്. പല തിയേറ്റേഴ്സും നമുക്ക് സാധാരണക്കാരുടെ ഇപ്പോൾ മെട്രോകളിൽ അതുപോലെ മാളുകളിലൊക്കെ ഒരുപാട് നമുക്ക് വളരെ തിയേറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സാധാരണ ആൾക്കാർ പോയി കാണുന്ന തിയേറ്റേഴ്സ് നമുക്ക് വളരെ കുറവാണ് കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെയൊക്കെ കാരണം ഇതാണ്. തിയേറ്ററുകാരെ സംബന്ധിച്ച് അവർ വിചാരിക്കുന്നു വലിയ നായകനുണ്ടെങ്കിൽ, വലിയ ലേബലുണ്ടെങ്കിൽ മാത്രമേ ജനം വരുള്ളൂ എന്ന് അവർ ചിന്തിക്കുന്നു. എന്തായാലും നമുക്ക് ഓൺലൈനിലൂടെ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ജനങ്ങളുടെ പ്രതികരണം അറിയാം. ബിജോയുടെ ഹൃദയമിടിപ്പ് കൂടുന്ന സമയമാണ്. ഏതായാലും വളരെ വിജയം കാണട്ടെ പുതിയ സംരംഭം, ഈ രീതിയിലുള്ള പരീക്ഷണങ്ങൾ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി ന്യൂസ് 1 മോർണിംഗിൽ അതിഥിയായി എത്തിയതിന്.